ഹലോ ഗെയ്സ്, ഗ്രാമ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കടലിൽ പോയിട്ട് എങ്ങനെ ഞണ്ടിനെ പിടിക്കുക എന്നുള്ളതിൻ്റെ മെയിൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് വിനീഷ്, നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ ഇവർ കടലിൽ ഞണ്ടിനെ പിടിക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വഞ്ചിയിൽ നമ്മുടെ കണ്ടാടിവരുണ്ട്. അപ്പോൾ ഈ വഞ്ചി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ തെർമോക്കോളാണ് ഈ വഞ്ചി. അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ വഞ്ചി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാവക്കാട് വള ഉള്ള ഷോപ്പിൽ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ തെർമോക്കോളിൻ്റെ വഞ്ചി കിട്ടും. അപ്പോൾ അത് അവരിതാ കടലിലേക്ക് ആ വഞ്ചി ഇറക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കടലിലാണെങ്കിൽ തിരമാല വളരെ കുറവാണ്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കണേ, വഞ്ചിയിൽ കയറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരമാല കുറവുള്ളതുകൊണ്ട് തന്നെ അധികം ഇതുണ്ടാവില്ല, റിസ്ക് ഉണ്ടാവില്ല, സുഖമായിട്ട് പോകാൻ പറ്റും. കണ്ടില്ലേ, നല്ല ശാന്തമായിട്ടുള്ള തിരമാലയാണ്. അവരിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50 മീറ്ററോളം ആയിട്ടുണ്ട് അവർ പോയിട്ട്. നല്ല രസമുള്ള അറ്റ്മോസ്ഫിയറാട്ടാ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ഇവർ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടപ്പോൾ 10-15 മിനിറ്റ് ആയി കാണും അവരിപ്പോൾ പോയിട്ട്. അപ്പോൾ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇവർ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അതാ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞണ്ട് കിട്ടിയെന്നറിയില്ല. അത് വന്നുകൊണ്ടിരിക്കണ്. കര എത്താനായിട്ടുണ്ട്. അത് കരക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ വഞ്ചി. എന്താണ് അവസ്ഥ എന്നറിയില്ല. നല്ല ശാന്തമായിട്ടുള്ള തിരമാലയാണ്. ഇതാ അവരെത്തി. അതാ ഇറങ്ങണേ. എന്താണ് അവസ്ഥ എന്നറിയില്ല, നോക്കി നോക്കാം. വഞ്ചിത കയറ്റി ഞണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കയ്യും കാലൊക്കെ പൊക്കുണ്ട്. ഞണ്ടിൻ്റെ ചാകരല്ല, ആയിവാ ഞണ്ടിൻ്റെ ചാകരയാണ്. ഷൈജു നമ്മുടെ കൂട്ടുകാരാണ്. ഷൈജു ഇതാ ഞണ്ടൊക്കെ എടുത്ത് വലയതെടുത്ത് വൃത്തിയാക്കണേ. വിനീഷ് നമ്മുടെ മറ്റേ ചേട്ടന്മാർ സംഭവം ഇടുക്കാച്ചിട്ട് വൈബ് എടുത്തിട്ടാ, ഒന്നും പറയല്ല. അത്യാവശ്യം ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അയ്യോ അതാണ് പച്ച അയിലല്ലേ, തെപ്പ പിടിച്ചാണ്. പട്ടത്തി പലതരം മീനെല്ലാം ഉണ്ട് കേട്ടോ. മത്തി, അയില, എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഷൈജി അടുത്ത ഞണ്ടിനെ പിടിക്കാനുള്ള പരിപാടി നോക്കി. അത്യാവശ്യം ഞണ്ടിന് അത്യാവശ്യം മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനും കിട്ടിയിട്ടുണ്ട്, ഞണ്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഷൈജി ആവും ചിലപ്പോൾ അടുത്ത ട്രിപ്പ് പോകണത്. അപ്പോൾ അതിൻ്റെ പരിപാടി വലയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഒരുവിധമൊക്കെ വൃത്തിയായിട്ടുണ്ട്. പൊള്ളി സാധനം. അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീനും ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കേസ് ഞണ്ട് എന്തായാലും ഉണ്ടാവും. നല്ല വലുപ്പമുണ്ട് ഞണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതാ പോകാനായിട്ട് നിൽക്കാം കേട്ടോ. അടുത്ത സെക്ഷൻ പ്രാവശ്യം പോകേണ്ടത് ഷാജിയതുകൊണ്ട് എന്തായാലും കടലിൽ പോയിട്ട് ഞണ്ടിനെ പിടിക്കണമെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.